ഹലോ, ഇന്ന് നമ്മൾ അവിൽ കൊണ്ട് വളരെ ടേസ്റ്റി അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള അവിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അവിൽ നമുക്കൊന്ന് നന്നായിട്ട് കുതിർത്തിയെടുക്കണം. കുതിർത്തിയെടുത്ത അവിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് അരിപ്പൊടി, കടലമാവ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ലൂസിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ചെറിയ ഉരുളകളാക്കാം. ഇനി ആ ഉരുളയിൽ നടുവിലായിട്ട് നമുക്ക് ഒന്ന് ഓട്ടയിട്ട് കൊടുക്കാം. വടക്കൊക്കെ നമ്മൾ ഓട്ടയിടുന്ന പോലെ ഓട്ടയിട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നും ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മൊരിയിച്ച് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ അവിൽ കൊണ്ടുള്ള വട തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇത് പുറമെ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്.